ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഇതിന് പോവാണ്. അപ്പം ഞാൻ അവിടെ തുടക്കുന്നുണ്ട്, ചാനലൊക്കെ തുടക്കുകയാണ് വീട്ടിൽ. അപ്പോൾ അതേ നമ്മൾ ഇതിവിടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാം. കുറച്ച് നേരമൊക്കെ ഒന്ന് ഗാർഡനിലിരുന്ന് ഗാർഡനിലിരുന്ന് ഭംഗി ആസ്വദിക്കാന്നുള്ളതിൻ്റെ ഒരു ഹരമായി മാറിയിപ്പം. ഭയങ്കര രസമാട്ടോ ഗാർഡനിലൊക്കെ ഇരുന്ന്. ഇതിനൊക്കെ ഞാൻ പകുതി മുക്കാലൊക്കെ അടച്ചു കൊടുത്തു. ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇതൊരു ഹാരമായി മാറിയേ. ഗാർഡനിൽ രാവിലെ ചായയൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ രാവിലെ ചായ കുടിക്കാണ്ട് തന്നെ അപ്പം ഇമ്മ വന്ന് ഭയങ്കരമായിട്ട് ഇതൊക്കെ ചെയ്യലുണ്ട്. അടിപൊളിയാട്ടോ. എന്തൊക്കെ കാട്ടുന്നുണ്ട്. സോ ഞാൻ എല്ലാ ചെടിക്കും ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് എന്നും രാവിലെ ഗാർഡനിലൊക്കെ സ്കൂളിലെ ദിവസം അർജൻറ്റായിട്ടുള്ള ദിവസമാണെങ്കിലും ഇപ്പോൾ ഇത് ഒരു അർജൻറ്റ് ദിവസം എന്ന് വെച്ചാൽ ആരെങ്കിലും മരിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. മരിച്ച് നമുക്ക് ഇതിനെക്കാട്ടും അതല്ലേ വലുത്. എന്താ നമ്മളിങ്ങനെ ഇതുണ്ടാവില്ല, പത്രം കിട്ടി. ആ ചേട്ടനാട്ടോ നമുക്ക് പത്രം തരാം. ചേട്ടൻ പോയി പത്രം അതൊന്നും രാവിലെ ഇവിടെ ഇങ്ങനെ വയ്ക്കും. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ഉമ്മയോട് അടിച്ചവരാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിപ്പോൾ ഇത് സ്കൂളിലെ ദിവസമാണെങ്കിലും എനിക്കിത് വലിയ ആരായി മാറി. ഇതിപ്പം അത് ഭക്ഷണം കഴിക്കാണ്ടാണെങ്കിൽ ഞാനിതിപ്പം ഗ്രേറ്റ് ഇതിനെ നോക്കിയിട്ട് ഞാൻ പോലുള്ളൂ. അപ്പോൾ ഇതിനെ വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല. ഒരു ദിവസം പോലും അതിനെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നോക്കില്ല. ഈ ഒരു ദിവസത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ. വേപ്പില മസ്റ്റ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുരിങ്ങയിലയുടെ കൊണ്ട് ഇവിടെ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊക്കെ പരിപാലിക്കും. ഇത് നട്ടതിൻ്റെ കാക്കയാണെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ ഹരായി. ഇതൊക്കെ നട്ടതിൻ്റെ കാക്കയാണ്. ഇതൊക്കെ ഇത് പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നതാണ്. ഇത് പപ്പായയുടെ തൈയാണ്. ആൻഡ് ഇതും ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നതാവും. മുരിങ്ങൻ്റെ ഇല. ഈ മുരിങ്ങൻ്റെ ഇലക്ക് എന്താ ഇംഗ്ലീഷ് പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യേ. പിന്നെ ഇതും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, തുളസി. ഇത് ഞങ്ങൾ ഇതില്ല, എന്താ പറയുക, നമ്മൾ ചിയ സീഡ്സ് ഇല്ലേ. അപ്പം ചിയ സീഡ്സ് എന്തെങ്കിലും ആട്ടെ, ചിയ സീഡ്സ്. അപ്പം അത് ഇതിൻ്റെ വിത്താന്ന് അറിഞ്ഞപ്പം ഞങ്ങളൊന്ന് കുഴിച്ചിട്ടൊക്കെയതാണ്. സംഭവം ഇതിൻ്റെ വിത്ത് തന്നെയാണ്, തുളസിയുടെ വിത്ത് തന്നെയാണ് ചിയ സീഡ്സ്. 2 ഉണ്ട്. ഇതും എല്ലാവർക്കും അറിയുന്നത്, ഇതെല്ലാവർക്കും അറിയുന്നതാണ് കറി ലീവ്സ്. ഇത് നമ്മളെ വേപ്പില. ആൻഡ് ഇത് ചിലവർക്ക് മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാവില്ല ഈ ചെടി. ഇത് നമ്മളെ വെണ്ടക്ക തൈയാണ്.
വെണ്ടക്ക. ഞാനൊരു ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു. ആടാ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് നമുക്ക് ഇന്നത്തെ വാതിലോർക്കാൻ കൊട്ടേഷൻ തന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് പോയി അടക്കാം. ഇത് ഞാൻ നൈറ്റ് ഡ്രസ്സ് ആട്ടിട്ടുള്ളത്. എന്നിട്ടൊക്കെ ഞാൻ ചളി കഴിക്കണം. ആൻഡ് എൻ്റെ വീട് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മൈ ഹൗസ്. വീട് എന്നാ പറയാൻ പോകുന്നത്. ആൻഡ് നമുക്ക് പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ട്. ചുറ്റുപോറം ഇതൊക്കെ ആയിട്ട് ഭയങ്കര വെയിലൊക്കെ വരുന്ന ഒരു സമയം, ഉച്ചക്കൊക്കെ ഉള്ള ആ ഒരു സമയം ആണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലിയറൊക്കെ ഉണ്ട്. ഉണ്ടോ, ഭയങ്കര പച്ച കാണും. ഭയങ്കര. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ മുളക്. ഇത് ഇവിടുന്ന് 1-2 കണക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുളക് ഉണ്ടായിട്ടുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇതെൻ്റെ അടച്ചി. ആൻഡ് ഇത് എൻ്റെ ഉപ്പപ്പ ഇക്കാക്കിയിട്ട് നട്ടതാണ്. ആൻഡ് ഇങ്ങനെ പോയി ഇത് ഷൂറ ഇങ്ങനെയൊക്കെ പോയാൽ മാവുണ്ട്. അത് ഇതിനെ കാണിച്ചു തരാം. ഇതില്ലേ, അത് മാവാണ്. പക്ഷെ അതിന് ഒന്നും ഉണ്ടാവുന്നൊന്നുമില്ല. മാങ്ങ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് കൊല്ലമാങ്ങ എന്തോതാണ്. പിന്നെ ഇങ്ങനെ പോയാൽ ഇവിടെ തെങ്ങിൻ്റെ ചെടി. തെങ്ങ് നമുക്ക് ഇവിടെ കുറേ ഉണ്ട്. തെങ്ങും വാഴയൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇതെന്തോ, ഇത് അവക്കാഡോ ആണ്. നമ്മൾ അവിടെ ഒരു അവക്കാഡോ ഉണ്ട്. ഇത് അവക്കാഡോ ചിക്കു ആണ്. അവക്കാഡോ ഞാൻ അവിടെ ഉള്ള കാണിച്ചു തരാൻ മറന്നുപോയി. പിന്നെ ഇത് സപ്പോട്ട ചിക്കു. ഒരു കുഞ്ഞ് സപ്പോട്ട ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ള അവക്കാഡോ ചെടി കാണിച്ചു തരാൻ മറന്നുപോയി. അവിടുത്തെ വലിയൊരു അവക്കാഡോ ചെടിയാണ്. അവിടുത്തെ വലിയൊരു അവക്കാഡോ ചെടിയാണ്. അത് ഞാൻ കാണിച്ചു തരാൻ മറന്നുകൊണ്ടാണ്. നിങ്ങൾ തന്നെ കണ്ടാൽ ഞെട്ടും. ഇത്രയും വലിയ അവക്കാഡോ ചെടി. പക്ഷെ ഇതിൽ അവക്കാഡോ ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മൾ അവക്കാഡോ ചെടി. ഭയങ്കരമായിട്ട് പൈനൊന്നും നനച്ചു കൊടുത്തിട്ടില്ല. പൈനൊന്നും നനക്കട്ടെ. അവക്കാഡൊക്കെ ഉണ്ടായെങ്കിൽ എനിക്ക് അവക്കാഡോ ജ്യൂസിനെക്കാട്ടും എനിക്ക് ജ്യൂസ് ഇഷ്ടപ്പെട്ടില്ല. അവക്കാഡോൻ്റെ ജ്യൂസ് എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമായില്ല കുടിച്ചപ്പം. പിന്നെ കിവിയും ഞാൻ തിന്നിട്ടുണ്ട്. പക്ഷേ കിവി അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര പുളിക്കയറ്റും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കിവി. എൻ്റെ ഇവിടെ എന്തോ ഒരു ചെടിയുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഏത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് റംബൂട്ടാൻ. ഇതിലേതാ റംബൂട്ടാനെന്ന് എനിക്കറിയില്ല. ഏതോ ഒരെണ്ണം റംബൂട്ടാനാണ്. ആൻഡ് ഇതെല്ലാവർക്കും അറിയുന്ന നമ്മളുടെ ഈ ഇല കണ്ടാൽ തന്നെ മനസ്സിലാവും. വള്ളിന് ഉള്ളൊരു ഇല കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ മുല്ലപ്പൂവാണേ. മുല്ലപ്പൂ. എന്നിട്ട് ഇങ്ങനെ പോയാൽ നമ്മളുടെ ഉപ്പപ്പാൻ്റെ ഒരു മുളക് കാണാം. 2 മുളക് ഉണ്ടായിരുന്നേ. ഒരെണ്ണം എവിടെയോ പോയി, ഒരെണ്ണം ഇവിടെ നട്ട്. എന്താ ഞാൻ നോക്കുന്നത്. ഇതേ മുളക് ഉണ്ടായിട്ടുണ്ട്. മുളക് കുറേ
ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.